പ്രൈസ് ലോർഡ്. വിശുദ്ധ സെബസ്ത്യാനോസ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ലോകം ചുറ്റുവാനായിട്ട് ഒരു കപ്പലുണ്ടാക്കുകയാണ്. ഒരിക്കലും നശിക്കപ്പെടാത്ത, എത്ര കൊടുങ്കാറ്റ് വന്നാലും നശിക്കപ്പെടാത്ത ഒരു കപ്പൽ. ആ കപ്പലിൽ അവർ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപമായിട്ട് ലോകം ചുറ്റാൻ തുടങ്ങി. അതിൽ ഇന്ത്യയിലെത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും കേരള സംസ്ഥാനത്ത് നിന്നും ആലപ്പുഴയിൽ എത്തി. ആലപ്പുഴയിൽ നിന്നും അർത്തുങ്കൽ ഭാഗത്തെത്തിയപ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയാണ്. ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ്. കപ്പൽ നശിക്കപ്പെട്ടില്ല. കപ്പൽ അവിടെ ഉറച്ചു നിന്നു. അർത്തുങ്കൽ എന്ന സ്ഥലത്ത് ഉറച്ചു നിന്നു. അപ്പോൾ കപ്പിത്താന് ദൈവം ഒരു ദർശനം കൊടുത്തു. അർത്തുങ്കലൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ വികാരിയച്ഛന് സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ഏൽപ്പിക്കണമെന്ന്. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ വികാരിയച്ഛനും ദർശനം ഉണ്ടാവുകയാണ്. ഇങ്ങനൊരു കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ട് ഉറച്ചു പോയിട്ടുണ്ട് അർത്തുങ്കൽ വന്നിട്ട്. അതിൽ നിന്നൊരു കപ്പിത്താൻ തിരുസ്വരൂപം കൊണ്ടുവരും. സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം അത് കൊണ്ടുവരും. അത് സ്വീകരിക്കുക, അതിവിടെ സ്ഥാപിക്കുക എന്ന്. അച്ഛനപ്പോൾ തന്നെ റെഡിയായി കടൽ തീരത്തേക്ക് വന്നപ്പോൾ കപ്പിത്താൻ കപ്പലിൽ നിന്നും തിരുസ്വരൂപമായിട്ട് വരികയാണ്. ചെറിയ വലിയ ബോട്ടുണ്ട്. ആ ബോട്ടിൽ ചെറിയ ഒരു വഞ്ചി പോലത്തെ ബോട്ട്, അതിൽ കയറ്റി തുടങ്ങി തീരത്തടുക്കുകയാണ്. അച്ഛനത് സ്വീകരിച്ചിട്ട് നാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു കുരിശടി ആ കടൽ തീരത്ത് തന്നെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ സെബസ്ത്യാനോസിനൊരു അർത്തുങ്കൽ തീരത്ത് ഒരു കുരിശടി. നാളുകൾക്ക് ശേഷം അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. നാളുകൾക്ക് ശേഷം പുതിയ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ, അത് സെൻറ്റ് ആൻഡ്രൂസിൻ്റെ ദേവാലയമാണ്. ആ പുതിയ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ പഴയ പള്ളിയിൽ ഒരു ഭാഗത്ത് സെബസ്ത്യാനോസിൻ്റെ ഈ തിരുസ്വരൂപം ഇന്നും ഉണ്ട്. അർത്തുങ്കലിലാണ് വെളുത്തച്ഛൻ എന്ന പേരിൽ സെബസ്ത്യാനോസ് അറിയപ്പെടുന്നത്. കാരണം ഇറ്റലിയിൽ നിന്നുള്ള ഒരച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, വികാരിയച്ഛൻ. 33 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ജക്കോമ ഫിനിഷ്യ എന്നുള്ള ഒരച്ഛൻ, ഇറ്റലിക്കാരനായിരുന്നു. വെളുത്ത അച്ഛനായിരുന്നു. എന്നതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള സെബസ്ത്യാനോസും വെളുത്ത് തന്നെ. അപ്പോൾ ജനം വെളുത്തച്ഛൻ എന്നുള്ള പേര് സെബസ്ത്യാനോസിന് കൊടുക്കുകയാണ്.